കരിയറിൽ ഇതുവരെ കിരീടമില്ലാത്ത ഇംഗ്ലണ്ട് നായകൻ ഹാരി കെയ്ന് മറ്റൊരു കിരീടനഷ്ടം കൂടി. ഇത്തവണയും DFB പോക്കൽ കിരീടമില്ലാതെ ബയൺ സീസൺ അവസാനിപ്പിക്കും. റൗണ്ട് ഓഫ് 16 പോരാട്ടത്തിൽ ലെവർകൂസനോട് പരാജയപ്പെട്ട് ബയൺ പുറത്തായി. അലയൻസ് അരീനയിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത ഒറ്റ ഗോളിനായിരുന്നു ലെവർകൂസന്റെ വിജയം. ഹാരി കെയ്ൻ ഇല്ലാതെയാണ് ബയൺ ഇന്ന് ലെവർകൂസനെതിരെ കളത്തിലിറങ്ങിയത്. മത്സരത്തിന്റെ 17-ാം മിനിറ്റിൽ ബോക്സ് വിട്ടിറങ്ങി നടത്തിയ ഫൗളിനെ തുടർന്ന് ബയൺ കീപ്പർ മാനുവൽ ന്യൂയർ റെഡ് കാർഡ് കിട്ടി പുറത്തായി. 10 പേരായി ചുരുങ്ങിയ ബയൺ ആദ്യ പകുതി ഗോൾ രഹിതമായി നിലനിർത്തി. എന്നാൽ രണ്ടാം പകുതിയിൽ 69-ാം മിനിറ്റിൽ ഗ്രിമാൽഡോയുടെ മനോഹരമായ ക്രോസിന് തലവെച്ച് പകരക്കാരനായി എത്തിയ നഥാൻ ടെല്ല ലെവർകൂസന്റെ വിജയ ഗോൾ നേടി. ഇനി സീസണിൽ ബുണ്ടസ്ലീഗ, ചാമ്പ്യൻസ് ലീഗ് കിരീടപ്പോരുകൾ മാത്രമാണ് ബയണിന് അവശേഷിക്കുന്നത്. ഈ സീസണിൽ ബുണ്ടസ്ലീഗയിൽ 12 മത്സരങ്ങളിൽ നിന്ന് 30 പോയിന്റുമായി ബയൺ ഒന്നാം സ്ഥാനത്താണ്. രണ്ടാം സ്ഥാനക്കാരായ ഫ്രാങ്ക്ഫർട്ടിനേക്കാൾ 4 പോയിന്റ് ലീഡ് ബയണിനുണ്ട്. ഈ നില തുടർന്നാൽ സീസൺ അവസാനം ഹാരി കെയ്ന് ആദ്യ കിരീടത്തിൽ മുത്തം വയ്ക്കാം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 5 മത്സരങ്ങളിൽ നിന്ന് 9 പോയിന്റുമായി ബയൺ നിലവിൽ 13-ാം സ്ഥാനത്താണ്. ഡിസംബർ 7-ന് ബുണ്ടസ്ലീഗയിൽ ഹെയ്ഡൻഹെയിമിനെതിരായാണ് ബയണിന്റെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.